സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആട് ജീവിതത്തിന്റെ തേരോട്ടം എന്ന് പറയാം. 9 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ബ്ലസ്സി പൃഥ്വിരാജ് ടീമിന്റെ ആടുജീവിതം എന്നത് ഏറ്റവും ശ്രദ്ധേയം. അല്പസമയം മുൻപാണ് 36 പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. അതിൽ ആടുജീവിതത്തിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു. 9 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, മികച്ച സംവിധായകൻ ഒപ്പം മികച്ച നടൻ അടക്കമുള്ള പുരസ്കാരങ്ങൾ ആടുജീവിതത്തിൽ ലഭിക്കുമ്പോൾ അത് വലിയ അംഗീകാരമായി മാറുന്നു ആടുജീവിതത്തിന്. ഒപ്പം തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. അതിൽ ആദ്യം ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ പ്രകടനത്തിന് ഉർവശി ആ അവാർഡ് കരസ്ഥമാക്കുന്നു. ഒപ്പം തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രൻ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 2 പേർക്കാണ് ഇത്തവണ ആ അവാർഡ് നേടാൻ സാധിച്ചത്. മികച്ച ചിത്രമായി പരിഗണിച്ചത് കാതൽ ദക്കോറാണ്. ജിയോ ബേബി ഒരുക്കിയ മമ്മൂട്ടി ചിത്രം കാതൽ ദക്കോർ മികച്ച ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രമായി പറഞ്ഞത് ഇരട്ട എന്ന ചിത്രമാണ്. രോഹിത് MG കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട എന്ന സിനിമയ്ക്കാണ് രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ആടുജീവിതം എന്ന ചിത്രം 9 പുരസ്കാരങ്ങൾ നേടി പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും മികച്ച സംവിധായകൻ, മികച്ച നടൻ, ഒപ്പം തന്നെ ഛായാഗ്രാഹകൻ സുനിൽ KS ആടുജീവിതത്തിന് നേടുന്നു ആ പുരസ്കാരം കൂടി. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ആ വിഭാഗത്തിൽ ബ്ലസ്സി ആടുജീവിതത്തിലൂടെ പുരസ്കാരം കരസ്ഥമാക്കുന്നു. മികച്ച സംഗീതം, പശ്ചാത്തല സംഗീതം, അതിൽ കാതൽ ദക്കോറിലെ മാത്യൂസ് പുളിക്കലാണ് അവാർഡ് കരസ്ഥമാക്കിയത്. മറ്റൊന്ന് ആടുജീവിതത്തിൽ ലഭിച്ച മറ്റൊരു പുരസ്കാരം എന്ന് പറയുന്നത് അത് ശബ്ദ മിശ്രണത്തിനുള്ള പുരസ്കാരമാണ്. നേരത്തെ പ്രതീക്ഷ അവാർഡ് കൂടിയാണ്. റസൂൽ പൂക്കുട്ടി, ശരത് മോഹൻ ഇവർ ചേർന്നൊരുക്കിയ ശബ്ദ മിശ്രണത്തിനാണ് ആടുജീവിതത്തിന് മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മറ്റൊന്ന് പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ഈ പുരസ്കാരത്തെ ഈ വിഭാഗത്തിൽ വൈശാഖ് ശിവഗണേഷ് ആടുജീവിതത്തിനായി ആ പുരസ്കാരം സ്വന്തമാക്കുന്നു. മറ്റൊന്ന് മേക്കപ്പ്, അത് ആടുജീവിതത്തിൽ ലഭിക്കുന്നു. രഞ്ജിത്ത് അമ്പാടിയിലൂടെയാണ് ചിത്രത്തിന് ആ അവാർഡ് കൂടി ലഭിക്കുന്നത്. മറ്റൊന്ന് മികച്ച കലാമൂല്യമുള്ള പ്രത്യേക അവാർഡ്, ജോലിയുടെ പ്രത്യേക അവാർഡ് ലഭിക്കുന്നു ആടുജീവിതത്തിന്. മികച്ച കലാമൂല്യമുള്ള ഒപ്പം സാങ്കേതിക തെളിവുകൾ ചിത്രം എന്ന രീതിയിൽ ആടുജീവിതത്തിന് ആ അവാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. മറ്റൊരു അവാർഡ് കൂടി ലഭിക്കുന്നത് KR ഗോകുലിനാണ്. മികച്ച അഭിനയം പ്രത്യേക ജൂറി അവാർഡ് KR ഗോകുലിന് ആടുജീവിതത്തിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ആടുജീവിതം മൊത്തത്തിൽ 9 പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കുന്നത്. നേരത്തെ ഓസ്കറിനടക്കം ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മാറിയ 2018 2 അവാർഡുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. ഒരു കറക്ഷൻ കൂടി, ആടുജീവിതത്തിന് 10 പുരസ്കാരങ്ങൾ ആകെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ 10 പുരസ്കാരങ്ങളാണ് ആടുജീവിതം നേടിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മികച്ച സംവിധായകൻ ഒപ്പം മികച്ച നടൻ, ഈ 2 പുരസ്കാരങ്ങളും ആടുജീവിതം കൊണ്ടുപോകുന്നു. അങ്ങനെ മൊത്തം ലിസ്റ്റിൽ 10 പുരസ്കാരങ്ങളുമായി ആടുജീവിതം മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം കാതൽ ദക്കോറിന് 4 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോൾ സൂരജ് സജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ് സജിയോടൊപ്പം മികച്ച ഗായകനുള്ള പുരസ്കാരം ആദ്യമായി തേടിയെത്തിയ വിദ്യാധരൻ മാസ്റ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓവർ ടു സൂരജിലേക്ക് വരാം. നേരത്തെ പ്രധാനമായും സജി ചെറിയാൻ മന്ത്രി എടുത്തു പറഞ്ഞ കാര്യമാണത്. ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തെ ഈ പ്രവർത്തനത്തിനിടയിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം എന്ന രീതിയിൽ വിദ്യാധരൻ മാസ്റ്റർക്ക് ഒരു അവാർഡ് ലഭിക്കുന്നതെന്ന് നേരത്തെ അക്കാദമി ചെയർമാനൊപ്പം മന്ത്രിയും വ്യക്തമാക്കിയതാണ്. മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആൻ ആമിയാണ്. തിങ്കൾ പൂവിൽ ഇതളവൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ ആൻ ആമി മികച്ച ഗായികയുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നു. അത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ ഗാനമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മികച്ച ചിത്ര സംയോജനം, എഡിറ്റിംഗിന് സംഗീത് പ്രതാപ്, നടൻ കൂടിയാണ് സംഗീത് പ്രതാപ്, നമുക്കറിയാം. ലിറ്റിൽ മിസ് റൗത്തർ എന്ന ചിത്രത്തിലെ ചിത്ര സംയോജന മികവിനാണ് സംഗീത് പ്രതാപിന് ആ പുരസ്കാരം നേടിയത് എന്നുകൂടി മനസ്സിലാക്കുക. സൂരജിലേക്ക്. സൂരജ്, വിദ്യാധരൻ മാസ്റ്റർ കൂടെ ഉണ്ടെന്ന് അറിയാം. മികച്ച ഗായകനുള്ള പുരസ്കാരമാണ്. സംഗീത സംവിധായകൻ എന്ന രീതിയിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. പക്ഷേ മികച്ച ഗായകനുള്ള പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു വിദ്യാധരൻ മാസ്റ്റർക്ക്.